എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു സ്പെഷ്യൽ ഡെസേർട്ടാണ്, ബ്ലാക്ക് ഫോറസ്റ്റ് പുഡിംഗ്. വളരെ ഈസി ആയിട്ട് വീട്ടിൽ തയ്യാറാക്കാം, നല്ല ടേസ്റ്റാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. പുഡിംഗ് തയ്യാറാക്കാൻ വേണ്ടി ആദ്യത്തെ സ്റ്റെപ്പ് ക്രീം ലെയർ തയ്യാറാക്കലാണ്. അതിനുവേണ്ടി 250 ml ഫ്രഷ് ക്രീം എടുത്തിട്ടുണ്ട്. ഒരു സോസ് പാൻ എടുക്കാം, അതിലേക്ക് ഈ ഒരു ക്രീം ഒഴിച്ചു കൊടുക്കാം. ഈ ക്രീമിൻ്റെ കൂടെ 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് അല്ലെങ്കിൽ മിൽക്ക് മെയ്ഡ് കൂടി ചേർത്ത് കൊടുക്കാം. കണ്ടൻസ് മിൽക്ക് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. ഫ്ലെയിം ഓൺ ചെയ്ത് ചെറിയ തീയിൽ വെച്ചിട്ട് ഒന്നങ്ങ് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ചൂടാവും, അടിയിൽ പിടിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു സ്പൂൺ ഉപയോഗിച്ച് ഇതുപോലെ ഇളക്കി കൊടുത്ത് ചൂടാക്കിയെടുക്കുക. നന്നായി ചൂടാറിയതിന് ശേഷം ഒരു ബൗളിലേക്ക് ഈ ഒരു മിക്സ് ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചൂടാറുമ്പോഴേക്കും ഇത് നന്നായി ലൂസായിട്ടാണ് ഉണ്ടാവുക. ഇനി ഈ ഒരു മിക്സിലേക്ക് ചേർക്കാൻ ഒരു വലിയ നാരങ്ങയുടെ നീര് കൂടി എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 2 ടീസ്പൂൺ നാരങ്ങ നീരുണ്ട്. നന്നായി ചൂടാറിയതിന് ശേഷം മാത്രം നാരങ്ങ നീര് കുറച്ചായി ഒഴിച്ചു കൊടുത്ത് വേണം ബീറ്റ് ചെയ്തിട്ട് എടുക്കാൻ. ഹാൻഡ് ബീറ്റർ ഉപയോഗിക്കാം, വിസ്ക് ഉള്ളവർക്ക് അതും യൂസ് ചെയ്യാവുന്നതാണ്. ഒരുപാട് നേരം ബീറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഏകദേശം ഒരു 30 സെക്കൻഡിൽ താഴെ ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. അതിനുശേഷം ബാക്കിയുള്ള നാരങ്ങ നീര് കുറച്ചായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക. നാരങ്ങ നീര് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്യുമ്പോഴേക്ക് ഇത് നല്ല തിക്കായിട്ട് വരും, കട്ടിയായിട്ട് വരുന്നുണ്ടാവും. ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് പുഡിങ്ങിലേക്ക് ഈ ഒരു ക്രീം മിക്സ് വേണ്ടത്. ഏകദേശം ഒരു ക്രീം പോലെ തന്നെ ഉണ്ടാവും. രണ്ടാമത് നാരങ്ങനീര് ഒഴിച്ചു കൊടുത്ത് ബീറ്റ് ചെയ്തപ്പോഴേക്കും ക്രീം നല്ല കൺസിസ്റ്റൻസി ആയി വന്നിട്ടുണ്ട്. ഇതുപോലുള്ള ഒരു കൺസിസ്റ്റൻസിയിലാണ് ഈ ഒരു ലെയർ ക്രീം വേണ്ടത്. തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം മിക്സ് ഫ്രിഡ്ജിലേക്ക് വെച്ച് തണുപ്പിച്ചെടുക്കാവുന്നതാണ്. ഈ ഒരു പുഡിങ്ങിലേക്ക് വേണ്ട അടുത്ത ഇൻഗ്രീഡിയൻറ്റ് ചോക്ലേറ്റ് കേക്കാണ്. നല്ല മോയ്സ്റ്റും സോഫ്റ്റും ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കിൻ്റെ വീഡിയോ മുൻപ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചോക്ലേറ്റ് സ്പഞ്ചാണ് വേണ്ടത്. സ്പഞ്ച് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. കേക്ക് പീസ് കൈ ഉപയോഗിച്ച് ജസ്റ്റ് ഇതുപോലെ ഒന്നങ്ങ് പൊടിച്ചെടുത്താൽ മതിയാവും. വളരെ വിശദമായിട്ട് തന്നെ ഈ ഒരു ചോക്ലേറ്റ് കേക്ക് തയ്യാറാക്കുന്ന വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ബട്ടറും മുട്ടയും നന്നായി ബീറ്റ് ചെയ്തതിലേക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടുള്ളത് ചോക്ലേറ്റ് തന്നെയാണ്, കൊക്കോ പൗഡർ അല്ല. ചോക്ലേറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിൽ മെൽറ്റ് ചെയ്തിട്ടുള്ള ചോക്ലേറ്റും പാല്, നാരങ്ങ നീര്, വാനില എസൻസ് ചേർത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഡ്രൈ ഇൻഗ്രീഡിയൻസ് എല്ലാം അരിച്ചെടുത്തതിന് ശേഷം ബാറ്റർ തയ്യാറാക്കി ഓവനിൽ 180 ഡിഗ്രി സെൽഷ്യസിൽ 35 മിനിറ്റ് മുതൽ 40-45 മിനിറ്റ് വരെയൊക്കെ ബേക്ക് ചെയ്തെടുത്തിട്ടുള്ള കേക്കാണ്. അപ്പോൾ ഈ ഒരു കേക്കിൻ്റെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓവനില്ലാതെയും ഈ ഒരു സ്പഞ്ച് തയ്യാറാക്കിയെടുക്കാം. നല്ല സോഫ്റ്റും മോയ്സ്റ്റും ആണ്. ഈ ഒരു സ്പഞ്ചാണ് ഈ ഒരു പുഡിങ്ങിലേക്ക് എടുത്തിട്ടുള്ളത്. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് അടുത്ത് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചെറി. നമ്മുടെ ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് ചെറി. ഇവിടെ ഞാൻ എടുത്തിട്ടുള്ളത് ചെറി ഫ്രൂട്ട് മിക്സ് ആണ്. ഇതിന് പകരം നിങ്ങളുടെ കയ്യിൽ ചെറി ജാമോ സാധാരണ ഏതെങ്കിലും ഒരു ഫ്രൂട്ട് ജാമോ ഉണ്ടെങ്കിൽ എടുക്കാവുന്നതാണ്. മിക്സഡ് ഫ്രൂട്ട് ജാംസ് ആണ് നല്ലത്. സ്ട്രോബെറി ജാംസും എടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ റെഡിമെയ്ഡായിട്ട് വാങ്ങിയിട്ടുള്ള ഫ്രൂട്ട് മിക്സ് ആണ്. ഇനി ഈ ഒരു പുഡിങ്ങിലേക്ക് ആവശ്യമായിട്ടുള്ള ഷുഗർ സിറപ്പ് തയ്യാറാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം. ഒരു പാനിലേക്ക് 1 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. 1 കപ്പ് വെള്ളം ചേർക്കാം. 1 ടീസ്പൂൺ നെയ്യ്, 1/2 ടീസ്പൂൺ ഏലക്ക പൊടിച്ചത്, 1 ടീസ്പൂൺ നാരങ്ങ നീര് കൂടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കാം.
ഈ ഒരു ഷുഗർ സിറപ്പ് ഈ ഒരു റെസിപ്പിക്ക് വേണ്ടി മാത്രം ചെയ്തതല്ല, ഇത് മുന്നേ ചെയ്തിട്ടുള്ള ഒരു ഷുഗർ സിറപ്പാണ്. അത് ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയെന്നേ ഉള്ളൂ. ഈ ഒരു പുഡിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു 1/4 കപ്പ് ഷുഗർ സിറപ്പിൻ്റെ ആവശ്യമേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് നന്നായി ആറിയതിന് ശേഷം സ്റ്റോർ ചെയ്ത് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി റെഫ്രിജറേറ്ററിൽ വെച്ചാൽ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം. ഒരുപാട് റെസിപ്പീസിൽ ഷുഗർ സിറപ്പ് നമുക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. ഒരു നൂൽ പരുവം അല്ലെങ്കിൽ 1 സ്ട്രെയിൻ കൺസിസ്റ്റൻസി എത്തുമ്പോഴാണ് ഷുഗർ സിറപ്പ് തയ്യാറായിട്ടുണ്ടാവുക. അതിനുശേഷം നല്ലതുപോലെ ആറിയതിന് ശേഷം മാത്രം ഇത് ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങൾ തയ്യാറായതിന് ശേഷം പുഡിങ് സെറ്റ് ചെയ്യാം. പുഡിങ് സെറ്റ് ചെയ്യാൻ ഒരു ബൗളോ പുഡിങ് ട്രേയോ എടുക്കാം. ഞാനിവിടെ ഇതുപോലുള്ളൊരു ബൗളാണ് എടുത്തിട്ടുള്ളത്. നേരത്തെ പൊടിച്ച് വെച്ചിട്ടുള്ള കേക്കാണ് ആദ്യത്തെ ഒരു ബേസായിട്ട് ചേർത്ത് കൊടുക്കുന്നത്. 2-3 ടേബിൾ സ്പൂൺ കേക്ക് ചേർത്ത് കൊടുക്കാം. നിങ്ങളൊരു ട്രേ ആണ് എടുക്കണമെങ്കിൽ അതിൽ മുഴുവനായിട്ടൊന്ന് പരത്തി കേക്ക് ചേർത്ത് കൊടുക്കാം. കേക്കിലേക്ക് ഷുഗർ സിറപ്പ് ചേർത്ത് കൊടുക്കുക. നേരത്തെ തയ്യാറാക്കിയിട്ടുള്ള ഷുഗർ സിറപ്പിൽ കുറച്ച് കളർ ചേർത്തിട്ടുണ്ട്. ജിലേബിക്ക് വേണ്ടി യൂസ് ചെയ്ത ഷുഗർ സിറപ്പായിരുന്നു. അതിനുശേഷം ബാക്കിയുള്ള ഷുഗർ സിറപ്പ് ഒരു കണ്ടെയ്നറിലാക്കി റെഫ്രിജറേറ്റ് ചെയ്തതാണ്. അപ്പോൾ അതുകൊണ്ട് മാത്രമാണ് ഈ ഒരു കളർ ഉള്ളത്. സാധാരണ നേരത്തെ ചെയ്തിട്ടുള്ള അതേ ഷുഗർ സിറപ്പാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഏകദേശം ഒരു 2 ടീസ്പൂൺ ഷുഗർ സിറപ്പ് ഇതിന് മുകളിലേക്ക് ചേർത്താൽ മതി. കേക്ക് ഒന്ന് ജസ്റ്റ് ഒന്ന് മോയിസ്റ്റ് ആവാനും ഡ്രൈ ആയി പോവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത് ചേർക്കുന്നത്. ഇനി ഇതിന് മുകളിലേക്ക് അടുത്ത ലെയറായിട്ട് ചെറി മിക്സോ ജാമോ ചേർത്ത് കൊടുക്കാം. ചെറി മിക്സ് ഇല്ലാത്തവർ ഏതെങ്കിലും ഒരു മിക്സഡ് ഫ്രൂട്ട് ജാം ചേർത്ത് കൊടുത്താലും മതിയാവും. ചെറി മിക്സ് ഞാനിവിടെ ഉപയോഗിച്ചതിൽ മധുരം ഒട്ടും തന്നെ ഇല്ല. അത്യാവശ്യം ചെറിയൊരു പുളിപ്പുള്ള ചെറി മിക്സാണ്. അത് ചേർക്കുമ്പോൾ തന്നെയാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇനി അതിന് മുകളിലേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ക്രീം ലെയർ ചേർത്ത് കൊടുക്കാം. ക്രീം ലെയർ ചേർത്ത് കൊടുത്തതിന് മുകളിലേക്കും കുറച്ചുകൂടി കേക്ക് മിക്സ് ചേർക്കാം. ഇതേപോലെ തന്നെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. നിങ്ങൾക്കിനി ഇതിന് മുകളിലേക്കോ അല്ലെങ്കിൽ ഇതിൻ്റെ ഉള്ളിൽ ഒരു ലെയറായിട്ട് കുറച്ച് ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇടണമെങ്കിൽ ഇട്ട് കൊടുക്കാവുന്നതാണ്. അതൊരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. ഞാനിവിടെ ചോക്ലേറ്റ് എക്സ്ട്രാ ആയിട്ട് ചേർത്തിട്ടില്ല. ഇനി ഇതിന് മുകളിലേക്ക് ഗാർണിഷ് ചെയ്യാൻ 2 ചെറി കൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. നന്നായി തണുപ്പിച്ചിട്ട് കഴിക്കാനാണ് ഈ ഒരു പുഡിങ്ങിന് ടേസ്റ്റ്. നല്ലൊരു ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കൊക്കെ കഴിക്കുന്നതിനേക്കാട്ടിലും ടേസ്റ്റിൽ കഴിക്കാൻ പറ്റും. നല്ലൊരു ഫ്ലേവറാണ്. എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ക്രിസ്മസിന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വളരെ റിച്ച് ആയിട്ടുള്ള ഒരു പുഡിങ്ങാണ്. അപ്പോൾ ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെയും നല്ല നല്ല റെസിപ്പികളായിട്ട് വരുന്നതായിരിക്കും. അതുവരേക്കും താങ്ക് യു.